എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ പറയാനായിട്ട് പോകുന്ന വിഷയം എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ പാഷൻ എങ്ങനെ കണ്ടുപിടിക്കാമെന്നാണ്. ശരിക്കും പാഷൻ എന്ന് പറയുമ്പോൾ നമ്മുടെ മനസ്സിൽ കൊണ്ടു നടക്കുന്ന ആഗ്രഹങ്ങളാണ്. ഒരു പക്ഷേ നടക്കാത്ത ആഗ്രഹങ്ങളായിരിക്കാം, നടക്കാൻ സാധ്യതയുള്ള ആഗ്രഹങ്ങളായിരിക്കാം, ഒരുപക്ഷെ ഒരിക്കലും ചിന്തിച്ചാൽ ആർക്കും സമ്മതിച്ച് കൊടുക്കാൻ പറ്റാത്ത, അതായത് കേട്ട് കഴിയുമ്പോൾ തന്നെ ചിലപ്പോൾ മറ്റുള്ളവർക്ക് കോമഡി ആയിട്ട് തോന്നാം. ഇതൊക്കെ നടക്കുമോ, ഇങ്ങനെയൊക്കെ ആഗ്രഹിച്ചിട്ട് കാര്യമുണ്ടോ എന്ന ചിന്തകളൊക്കെ പലരും നമ്മളെ പറഞ്ഞ് നിരുത്സാഹപ്പെടുത്തുന്ന രീതിയിലുള്ള പാഷൻ ഉണ്ടാവും ചിലർക്ക്. അപ്പോൾ പാഷൻ എന്ന് പറയുന്ന ഒരു കാര്യമായിട്ട് പലരും കൊണ്ടു നടക്കുന്ന പല കാര്യങ്ങളും ശരിക്കും അവരുടെ പാഷൻ ആവുകയില്ല. അത് അവരുടെ വെറും സങ്കല്പം മാത്രമായിരിക്കും. അപ്പോൾ എങ്ങനെ നമുക്ക് ശരിയായി അവനവൻ്റെ പാഷൻ കണ്ടെത്താമെന്നുള്ളതാണ് ഇന്ന് നമ്മൾ വീഡിയോയിൽ പറയുന്നത്. ഇത് നമ്മൾ ഈ ഭൂമിയിൽ എത്തിയിരിക്കുന്നതിന് ഓരോരുത്തർക്കും ഓരോ ആഗമന ഉദ്ദേശമുണ്ട്. നമ്മൾ ആരാണെന്നുള്ളത് സ്വയം തിരിച്ചറിയാനും നമ്മുടെ ഏത് കഴിവാണ് ഈ ഭൂമിയിൽ ആവശ്യം, ഏത് കഴിവിന് വേണ്ടിയാണ് നമ്മൾ ഭൂമിയിൽ ജനിച്ചിരിക്കുന്നത്, എന്താണ് നമ്മൾ ചെയ്യാൻ പോകുന്ന സേവനമെന്ന് തിരിച്ചറിയുന്ന കാര്യവും അതിലൂടെ നമുക്ക് സാമ്പത്തിക നേട്ടം കൂടി ഉണ്ടാക്കാൻ പറ്റുന്ന കാര്യത്തിനെയാണ് നമ്മൾ പാഷൻ എന്ന് പറയുന്നത്. അല്ലാത്തതെല്ലാം വെറും ഹോബിയാണ്, ഹോബി. അപ്പോൾ പാഷനും ഹോബിയും കൂടി പലർക്കും തെറ്റിപ്പോകാറുണ്ട്. നമ്മുടെ വിഷയം ഇന്ന് പാഷൻ എങ്ങനെ കണ്ടെത്താമെന്നുള്ളതാണ്. അതുകൊണ്ട് ഒരു 5-6 ടിപ്പ് ഞാൻ പറയുന്നുണ്ട് എങ്ങനെ പാഷൻ കണ്ടെത്താമെന്ന്. ഇനി ഈസിയായിട്ട് നിങ്ങൾക്ക് പാഷൻ കണ്ടെത്താനായിട്ട് പറ്റും. അപ്പോൾ പാഷനും ഹോബിയും തമ്മിലുള്ള വ്യത്യാസം മനസ്സിലാക്കിയെങ്കിൽ മാത്രമേ പാഷൻ കണ്ടെത്താൻ പറ്റുകയുള്ളൂ. അതായത് നമ്മുടെ ജീവിത ലക്ഷ്യം കണ്ടെത്താനായിട്ട് പറ്റുകയുള്ളൂ. ഇതിനാണ് നമുക്ക് സമാധാനം, ത്രില്ല് ലഭിക്കുന്നത് എപ്പോഴാണ് എന്നുള്ളത് നമുക്ക് അതുവരെ അല്ലെങ്കിൽ സ്വസ്ഥത ലഭിക്കത്തില്ല. അപ്പോൾ അത് മനസ്സിലാക്കാൻ ഭൂമി ജനിക്കുന്ന എല്ലാവർക്കും ഉണ്ട് ഇത്ര ഒരു ആഗ്രഹം. പലരും പറയുന്നില്ല, അവരുടെ ലൈഫിൽ എന്താണ് ചെയ്യേണ്ടതെന്ന് അവർ പറയുന്നില്ല. അപ്പോൾ അതെങ്ങനെ കണ്ടെത്താമെന്നും ഹോബിയും പാഷനും തമ്മിലുള്ള വ്യത്യാസം ആദ്യം നമ്മൾ പറയുകയാണ്. ഇപ്പോൾ ഒരാൾക്ക് ധാരാളം പാട്ട് കേൾക്കുന്നതാണ് അയാളുടെ ജീവിതത്തിലെ ഏറ്റവും കൂടുതൽ സന്തോഷം നൽകുന്ന കാര്യം എന്ന് കരുതുക. അപ്പോൾ അദ്ദേഹം മ്യൂസിക് ലവറായിട്ട് ഇരിക്കുന്നതാണ് പാഷൻ എന്ന് ചിന്തിക്കുന്നു. പക്ഷെ അത് തെറ്റാണ്. മ്യൂസിക് എന്നെ ഇഷ്ടപ്പെടുന്നത് ആ വ്യക്തിക്ക് ഹോബിയാണ്. അതായത് ആ വ്യക്തിയുടെ നേരം പോക്കിനായിട്ട് കണ്ടെത്തിയിരിക്കുന്ന ഒരു പരിപാടിയാണ് മ്യൂസിക് കേൾക്കുക. സിനിമ കാണുന്നത് ഹോബിയാണ്. എഴുതുക, വായിക്കുക, വരയ്ക്കുക, ചുമ്മാ മൂളിപ്പാട്ട് പാടുക, വീഡിയോകൾ ക്രിയേറ്റ് തുടങ്ങിയ കാര്യങ്ങൾ, സോഷ്യൽ മീഡിയയിലുള്ള വീഡിയോകൾ ക്രിയേറ്റ് ചെയ്യുക തുടങ്ങിയ കാര്യങ്ങളൊക്കെ അയാൾക്ക് പാഷനായിട്ട് അനുഭവപ്പെടുന്നുണ്ടെങ്കിലും പക്ഷേ ആ വ്യക്തിയുടെ ഹോബിയാണത്. പക്ഷെ അതിൽ നിന്ന് അയാൾക്ക് പൂർണ്ണമായി സംതൃപ്തി ലഭിക്കാത്ത എന്തോ ഒരു അവസ്ഥയിലേക്ക് പോകുന്നതായിട്ട് എപ്പോഴും തോന്നുന്നുണ്ടെങ്കിൽ നിങ്ങൾ ചെയ്യുന്ന കാര്യം ഹോബിയാണെന്ന് വിചാരിക്കുക. എന്ന് പറയുന്നത് നിർത്താനല്ല, അതും നടന്നോട്ടെ, അതിനൊരു തടസ്സവും ചെയ്യാൻ പാടില്ല. ആ ഹോബി ആ കൂടെ തന്നെ നടന്നോട്ടെ. ചിലർക്ക് സ്റ്റാമ്പൊക്കെ കളക്ട് ചെയ്ത് വെക്കുന്നതായിരിക്കാം, പുസ്തകത്തിൽ പലതും വെട്ടി ഒട്ടിച്ച് ശേഖരിക്കുന്നതായിരിക്കാം. അതൊക്കെ ഹോബികളാണ്. ഇനി പാഷൻ എന്ന് പറയുന്നത് നമ്മുടെ മൈൻഡിനും ബോഡിക്കും കറക്റ്റായിട്ട് പുറത്ത് പ്രകടിപ്പിക്കാൻ പറ്റുന്ന എന്തെങ്കിലും ഒരു കലാപരമായ കഴിവ് നമ്മൾ അന്തർലീനമായിട്ട് ഉറങ്ങിക്കിടക്കുന്ന, ഇതുവരെ ആരും കണ്ടുപിടിക്കാത്ത, നമ്മൾ പോലും തിരിച്ചറിയാത്ത ചില കഴിവുകൾ ഉറങ്ങിക്കിടപ്പുണ്ടാവും. ആരെങ്കിലും വന്ന് നമ്മളെ നിർബന്ധിക്കുമ്പോഴോ അല്ലെങ്കിൽ സ്വയം ഒരു തോന്നി ചെയ്യുമ്പോൾ മാത്രമേ ഈ ഒരു കഴിവ് പുറത്തേക്ക് വരൂ. അല്ലെങ്കിൽ ഒരു അടിയന്തര സാഹചര്യം ഉണ്ടാകുമ്പോൾ മാത്രമേ ഈ ഒരു കഴിവ് പുറത്തേക്ക് വരൂ. അതിൽ നിന്ന് നമുക്ക് വരുമാന പദ്ധതികൾ കൂടി ഉണ്ടാവുകയാണെങ്കിൽ, നമ്മുടെ ജീവിതത്തിൽ രക്ഷപ്പെടാനുള്ള മാർഗം കൂടി ഉണ്ടാവുകയാണെങ്കിൽ അതിനെ നമ്മൾ പാഷൻ എന്ന് നമുക്ക് വിളിക്കാം. ഇനി പാഷൻ ആവുന്നതിന് നമുക്ക് ചിന്തകൾ നമ്മുടെ കുട്ടിക്കാലത്ത് ഒരു 14, 15, 16 മുതലുള്ള വയസ്സിൽ നമുക്ക് തീർച്ചയായും പലവിധ ആഗ്രഹങ്ങൾ, ഇന്ന ഫീൽഡിൽ പ്രവർത്തിക്കണം, മാഷയായിട്ട് പഠിക്കണം, സിംഗർ ആവണം, ഗിറ്റാർ പഠിക്കണം, തബല കൊട്ടണം, അല്ലെങ്കിൽ ചിലർക്ക് ആനയെ മെരുക്കുന്ന പണി, ആനപ്പാപ്പാനാവുക, അല്ലെങ്കിൽ ഒരുപാട് രീതിയിൽ ബൈക്കുകളൊക്കെ നല്ല രീതിയിൽ എക്സ്പേർട്ടായിട്ട് ഓടിക്കുന്നത്, ബൈക്ക് സ്റ്റണ്ട് ചെയ്യുക തുടങ്ങിയ കാര്യങ്ങളൊക്കെ ചിന്തയിലേക്ക് കയറും. അപ്പോൾ ആരെങ്കിലും വന്നിട്ട് നമ്മളോട് പറയും അത് നമുക്ക് പറ്റിയതല്ല, അല്ലെങ്കിൽ പേരൻസോ മറ്റുള്ളവരോ ബന്ധുക്കളോ ആരെങ്കിലും വന്നിട്ട് പറയും നീ ഇന്നതിന് പോകരുത്, ഇന്നത് നിനക്ക് പറ്റിയതല്ല, ഇന്നത് നീ ചെയ്യരുത്, അതിനുള്ള വരുമാനം നിനക്കില്ല, നിനക്കത് പറ്റിയതല്ല, അത് ശരിയല്ല എന്നൊക്കെ പറഞ്ഞു കഴിയുമ്പോൾ കുറേ കഴിയുമ്പോൾ നമുക്ക് കുറച്ച് കഴിയുമ്പോൾ അതിനോട് വിരക്തിയോ വെറുപ്പോ ഒക്കെ തോന്നാനുള്ള സാധ്യതയുണ്ട്. ആ ഒരു കാര്യത്തോട് വെറുപ്പായിരിക്കും. പിന്നെ മറ്റാരെങ്കിലും ചെയ്യുന്നത് കണ്ടു കഴിഞ്ഞാൽ നമുക്ക് ദേഷ്യം കയറാം. ഇപ്പം നിങ്ങൾക്ക് പടം വരയ്ക്കാൻ വലിയ ഇഷ്ടമാണെന്ന് കരുതുക. ഏതെങ്കിലും ഒരു കാരണവശാൽ പേരൻസോ മറ്റുള്ളവരോ ആരെങ്കിലും വന്ന് നിങ്ങളെ വര തടസ്സപ്പെടുത്തി ചെറുപ്പത്തിൽ, പിന്നെ നിങ്ങൾ പ്രായപൂർത്തിയായി, നിങ്ങളുടെ മനസ്സിൽ നിന്ന് വരയൊക്കെ മാറിപ്പോയി. കുറച്ച് കാലം കഴിഞ്ഞ് നിങ്ങളുടെ ജോലി ചെയ്യുന്ന സ്ഥലത്ത് സഹപ്രവർത്തനമോ ആരെങ്കിലും ഒരാൾ നിങ്ങളെ വരച്ച ഒരു പടം കാണിക്കുകയാണ്, അദ്ദേഹം വരച്ചൊരു പടം കാണിക്കുമ്പോൾ
നിങ്ങൾ തന്നെ സ്വയം കുറ്റങ്ങൾ ഉണ്ടാക്കി പറയാൻ തുടങ്ങും. നിങ്ങൾ ആ വ്യക്തിയോട് കുറ്റം പറയാൻ തുടങ്ങും. ഇങ്ങനെയല്ല വരയ്ക്കേണ്ടത്, ഇങ്ങനെയാണ്, അങ്ങനെയാണ്, വരച്ചുകൊണ്ടിരുന്നാൽ പറ്റുമോ, ജീവിക്കണ്ടേ എന്നൊക്കെ പറഞ്ഞ് നിങ്ങൾ നെഗറ്റീവ് പറഞ്ഞു തുടങ്ങും. നെഗറ്റീവ് പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളുടെ ഉള്ളിൽ തന്നെ കിടക്കുകയാണ്. നിങ്ങളാൽ സാധിക്കാത്ത ആഗ്രഹത്തെ നിങ്ങൾ മൂടി വെച്ചിരിക്കുകയാണ്. അപ്പം ഓപ്പോസിറ്റ് നിൽക്കുന്ന ഒരാൾ അത് തന്നെ ചെയ്ത് കാണിച്ച് വിജയിക്കുന്നത് കാണുമ്പോൾ നിങ്ങൾക്ക് സഹിക്കാൻ പറ്റാതെ അനുഭവപ്പെടുന്നുണ്ടെങ്കിൽ വരയായിരുന്നു നിങ്ങളുടെ പാഷനെന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കാം. അപ്പം വര എന്ന് പറയുന്നത് നിങ്ങൾ സ്വയം ചെയ്ത് റെഡി ആവുക എന്നുള്ളതാണ് അതിൽ ഏറ്റവും വലിയ കാര്യം. നിങ്ങൾക്ക് പിന്നെ നിങ്ങളെ ചിലപ്പോൾ കൺട്രോൾ ചെയ്യാൻ ആരും കാണത്തില്ല. നിങ്ങൾ വലിയ പ്രായപൂർത്തിയോ ചിലപ്പോൾ വാർദ്ധക്യത്തിൽ എടുത്തിട്ടുണ്ടാവാം. ആ സമയത്ത് നിങ്ങളോട് വന്ന് ഇതാരും ചെയ്യരുത് പറയാൻ പോലും തൻ്റെ ഇടം ഉള്ളവർ നിങ്ങളുടെ അടുത്ത് നിന്നും ഉണ്ടാവണമെന്നില്ല. നിങ്ങളൊരു ഗ്രഹനാഥനാണെങ്കിൽ വീട്ടിൽപ്പെട്ട ആരും ചിലപ്പോൾ നിങ്ങളോട് വന്ന് ഇതൊന്നും ചെയ്യരുതെന്ന് പറയാനുള്ള ധൈര്യം വീട്ടിൽപ്പെട്ടവർക്ക് ഉണ്ടാവുകയില്ല. പക്ഷേ ഈ സമയത്ത് നിങ്ങളുടെ ഉൾമനസ്സിൽ പേടിക്കുകയാണ്. എന്തിനാണ് പേടിക്കുന്നത്? 10-20 വർഷം മുമ്പ് ആരോ പറഞ്ഞ കാര്യമാണ് നിങ്ങളുടെ മനസ്സിൽ പുറകോട്ട് വലിക്കുന്നത്. നിങ്ങൾ ആ ഒരു ടൈമിൽ തന്നെ ഒരു കാര്യം ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ പാഷനിൽ എത്തിച്ചേരാൻ പറ്റും. നിങ്ങൾക്ക് വരയ്ക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് അതിലൂടെ പെയിൻറ്റിങ്ങും കാര്യങ്ങളും ചെയ്ത് കൊടുക്കുമ്പോൾ നിങ്ങൾക്ക് അതിന് പണം ഈടാക്കാൻ പറ്റും. ഒപ്പം നിങ്ങളുടെ ജോലിയും നടക്കും. ഇതൊരു ഹോബിയായിട്ടോ പാഷനായിട്ടോ കൊണ്ടുപോവുകയും ചെയ്യാം. വരുമാന മാർഗ്ഗമാകാം. നിങ്ങൾക്ക് പേരും കിട്ടും, പ്രശസ്തിയും കിട്ടും, എല്ലാം കിട്ടും. അപ്പോൾ ഓരോന്നിനും ഓരോ കാലഘട്ടമുണ്ട്. ആ കാലഘട്ടം വരെ എല്ലാ കാര്യത്തിനും തടസ്സമുള്ളൂ. ശരിക്കും തടസ്സം ആരംഭിക്കുന്നത് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്കിതിനെ പ്രതിബന്ധത്തെ തരണം ചെയ്ത് പുറത്തേക്ക് വരാനുള്ള കഴിവ് നമ്മളിൽ സംജാതമാക്കാനാണ് ഈ തടസ്സം വരുന്നത്. തടസ്സം വരുമ്പോൾ മാത്രമേ വാശിയോടുകൂടി കടക്കാൻ പറ്റുള്ളൂ. തടസ്സമില്ലെങ്കിൽ ഒന്നും ചെയ്യാനായിട്ട് പറ്റിയില്ലെന്ന് മനസ്സിലാക്കുക. ഇനി ശരിക്കും സ്വന്തം പാഷൻ എന്താണെന്ന് കണ്ടെത്താൻ ഇതുവരെ പറ്റാത്ത ആളുകൾ ചിലർക്ക് ഒരു രൂപവും കാണുകയില്ല. സാധാരണ പോലെ കോമൺ ആയിട്ട് ലൈഫ് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഒരു മാറ്റവുമില്ല. എന്തെങ്കിലുമൊക്കെ മാറണമെന്ന് ചിന്തിക്കുന്നുണ്ടെങ്കിൽ പാഷൻ കണ്ടെത്താൻ കുറച്ച് മാർഗങ്ങളുണ്ട്. പാഷൻ കണ്ടെത്താനുള്ള മാർഗം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആദ്യം നമ്മൾ കണ്ണടച്ച് വളരെ ശാന്തമായിട്ട് ഇരിക്കുക. ഇരുന്ന് കഴിഞ്ഞ് ഒരു അരമണിക്കൂർ ശാന്തമായിട്ട് ഇരുന്ന ശേഷം ഒരു പേനയും പേപ്പറും എടുത്ത് വെച്ച് നമ്മൾ കുട്ടിക്കാലത്ത് എന്തെല്ലാം ഹോബികൾ ഉണ്ടായിരുന്നു നമുക്ക് അതെല്ലാം കൂടി ലിസ്റ്റായിട്ട് എഴുതുക. നമ്മൾ പടം വരയ്ക്കുമോ, പാട്ട് പാടുമോ, എന്തായിരുന്നു ഏറ്റവും കൂടുതൽ സന്തോഷം തന്നുകൊണ്ടിരുന്ന കാര്യങ്ങൾ, എവിടെയും യാത്ര പോകുന്നതായിരുന്നു, അല്ലെങ്കിൽ മീനിനെ പിടിക്കുന്ന പരിപാടികളുണ്ടല്ലോ അങ്ങനെയുള്ള കാര്യങ്ങളായിരുന്നു, അതോ മീനുകളെ വളർത്തുന്നതായിരുന്നു, എന്ത് കാര്യമായിരുന്നു ഞാൻ കുട്ടിക്കാലത്ത് ചെയ്തുകൊണ്ടിരുന്നത് 10, 15, 16 വയസ്സിൽ ഏറ്റവും കൂടുതൽ ഞാൻ ഹാപ്പി ആയിക്കൊണ്ടിരുന്നത്. ഇപ്പോൾ ആക്ഷൻ സിനിമകൾ കാണുന്നതാണ്. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ലിസ്റ്റ് ചെയ്യുക. ഇപ്പോൾ ഞാൻ ഇതിലേതെങ്കിലും ചെയ്യാതെ ഇരിപ്പുണ്ടോ എന്നുള്ളത് ലിസ്റ്റ് ചെയ്യുക. നിലവിൽ തുറന്നുകൊണ്ടിരിക്കുന്നു സിനിമയിൽ ഹോബിയുള്ള ആളെ ഇപ്പോഴും ഒരു 30-35 കഴിഞ്ഞിട്ടും ആ വ്യക്തി സിനിമകളൊക്കെ കണ്ടുകൊണ്ടിരിക്കുകയാണെങ്കിൽ ഒരു തടസ്സം അവർ സംഭവിച്ചില്ല. ഇതിനേതൊക്കെ നിലച്ചുപോയി? സ്കൂളുകളിൽ പഠിക്കുന്ന സമയത്ത് മിമിക്രി അവതരിപ്പിച്ചിരുന്നോ ഇപ്പോൾ പറയുന്നുണ്ടോ? അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ലിസ്റ്റ് ചെയ്യും. ഇനി മൂന്നാമത്തെ ലിസ്റ്റ് തയ്യാറാക്കാം. അപ്പോൾ ഒന്നാമത്തെ ലിസ്റ്റ് ചെയ്തു. ഒന്നാമത്തെ ലിസ്റ്റിൽ എന്തായൊക്കെ ചെയ്തിരുന്നു എന്ന് ലിസ്റ്റ് ചെയ്തു. രണ്ടാമത്തെ ലിസ്റ്റിൽ ഇപ്പോൾ തുടർന്ന് ചെയ്തുകൊണ്ടിരിക്കുന്ന ഏതെന്നും നിർത്തിക്കളഞ്ഞിരിക്കുന്ന ഏതെന്നും ലിസ്റ്റ് ചെയ്യും. മൂന്നാമതൊരു ലിസ്റ്റ് തയ്യാറാക്കണം. എന്ത് കാരണം കൊണ്ടാണ് ഞാനിത് നിർത്തിയത്? ആരെങ്കിലും ഇൻസൾട്ട് ചെയ്തുകൊണ്ടാണോ നിർത്തിയതെന്നുള്ള കാരണം വഴിയാവണ്ണം എഴുതുക. അതിനുശേഷം ശരിക്കും എത്ര ഹോബികളുണ്ടായിരുന്നു, എത്ര എണ്ണം നിലച്ചു പോയെന്നുള്ള ടോട്ടൽ കണക്കെടുക്കുക. ഒരു 10-12 എണ്ണം കിട്ടാൻ സാധ്യതയുണ്ട്. മിക്കവർക്കും അങ്ങനെ തന്നെയാണ്. 10-12 എണ്ണം എടുത്ത ശേഷം വീണ്ടും പുതിയൊരു ലിസ്റ്റ് ഉണ്ടാക്കണം. ലിസ്റ്റ് ഉണ്ടാക്കണമെന്ന് വെച്ചാൽ ഇതിലേത് കാര്യം ഞാൻ ചെയ്താൽ ഇപ്പോഴത്തെ അനുകൂലം സോഷ്യൽ മീഡിയ ഉണ്ട്, മറ്റ് സാഹചര്യങ്ങളുണ്ട്, എല്ലാ കാര്യത്തിലും രക്ഷപ്പെടാവുന്ന ഒരു മാർഗം മുന്നിൽ തുറന്നു കിടക്കുകയാണ്. ഇപ്പോൾ തടസ്സപ്പെടുത്താൻ ആളുകളുമില്ല. മുമ്പ് പറഞ്ഞവരൊക്കെ ചിലപ്പോൾ ഈ ഭൂമിയിൽ നിന്ന് പോയി കഴിഞ്ഞ് കാണും. അന്ന് ഇൻസൾട്ട് ചെയ്തവരോ പേടിപ്പിച്ചവരോ ഒന്നും ഉണ്ടാവണമെന്നില്ല ഭൂമിയിൽ. കാലഘട്ടം കടന്നുപോയി. പക്ഷേ എന്തോ ഒരു അറപ്പ് മാത്രമേ എന്നെ ബാധിച്ചിട്ടുള്ളൂ. ചെയ്യുകയാണെങ്കിൽ ഇന്ന് ആരൊക്കെ എന്നെ പുകഴ്ത്തി പറയും, അല്ലെങ്കിൽ ആര് എത്ര നെഗറ്റീവ് വന്നാലും എനിക്ക് വിഷയമില്ല എന്നുള്ള രീതിയിൽ ചെയ്യാനായിട്ട് ഏത് കാര്യമാണ് നിങ്ങൾക്ക് ഇഷ്ടമെന്നുള്ളത് ആ ലിസ്റ്റിൽ നിന്ന് കണ്ടെത്തുക. ആ ലിസ്റ്റിൽ നിന്ന് കണ്ടെത്തിയ ശേഷം ഈ ഇപ്പോൾ ഒരു വിഷയം ഡാൻസ്, മ്യൂസിക്, പിന്നെ മാർഷ്യൽ ആർട്ട്, എഴുത്ത് തുടങ്ങിയ കാര്യങ്ങളാണെന്ന് കരുതുക. ഒരു 4 എണ്ണം നിങ്ങൾക്ക് കിട്ടി. ഇതിലേത് തിരഞ്ഞെടുക്കണമെന്ന് നിങ്ങൾ തീരുമാനിക്കുക. നിങ്ങൾ ചിന്തിക്കുകയാണ് നിങ്ങൾക്ക് ഡാൻസ് ഇപ്പം ചെയ്ത് ചാടിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് ജോലി ഉപേക്ഷിക്കേണ്ട വരുമോ? അങ്ങനെ ഉണ്ടെങ്കിൽ വരുമാന മാർഗത്തെ ബാധിക്കുമെങ്കിൽ അവിടെ ഇപ്പം ഡാൻസോ അവിടെ ഇരിക്കട്ടെ. എഴുതുകയാണെങ്കിൽ നിങ്ങൾക്ക് ജോലി ഉപേക്ഷിക്കേണ്ട വരികയില്ലായിരിക്കും. അങ്ങനെ ജോലിയെ ബാധിക്കാത്ത വിഷയം ഏതെന്ന് ഇത് കണ്ടെത്തുക. ബാക്കിയുള്ളവർ നെഗറ്റീവ് പറയുന്നത് മൈൻഡ് ചെയ്യാതെ ജോലിയെ ബാധിക്കാത്ത ഏത് അത് വീണ്ടും സ്വയം ചെയ്തെടുക്കുക. പണം മുടക്കാതെ തന്നെ സ്വന്തം മൈൻഡ് മറ്റ് സോഴ്സുകൾ ഉപയോഗിച്ച് സോഷ്യൽ മീഡിയയിലെ വീഡിയോകൾ വാച്ച് ചെയ്തും ട്യൂട്ടോറിയൽ കണ്ടും നിങ്ങളത് സ്വായത്തമാക്കി വീണ്ടും ചെയ്യുക. അതിനുശേഷം അത് സോഷ്യൽ മീഡിയയിൽ പബ്ലിക്കാക്കുക.
വരുമാനം ഏതിന്ന് എന്നുള്ളത് കണ്ടെത്തുക. അതായത് ഇപ്പോൾ ഡാൻസ് ചെയ്യുന്നതാണ് നിങ്ങൾക്ക് ഇഷ്ടം, ശരി. ഡാൻസ് ചെയ്യുന്നത് നിങ്ങൾക്കൊരു ഡാൻസ് സ്കൂള് സ്വന്തമായി തുടങ്ങാൻ പറ്റുമോ? അത് ഡിസ്കോ ആയിക്കോട്ടെ, ക്ലാസിക്കൽ ഡാൻസ് ആയിക്കോട്ടെ, സുംബ ഡാൻസ് ആയിക്കോട്ടെ, വെസ്റ്റേൺ മ്യൂസിക്കുള്ള ഡാൻസ് ആയിക്കോട്ടെ. നിങ്ങളുടെ ഡാൻസ് അത്ര പോരായെങ്കിൽ നിങ്ങൾ കൂടെ ഒരു സ്റ്റാഫിനെ വെച്ച്, അല്ല ട്രെയിനീസിനെ വെച്ച് നിങ്ങൾക്ക് സ്വന്തമായി റൂം എടുത്ത് ഡാൻസ് സ്കൂൾ തുടങ്ങാൻ പറ്റുമോ? എന്നിട്ട് കോൺടാക്ട് നമ്പർ നിങ്ങളുടെ സോഷ്യൽ മീഡിയയിൽ എഴുതാൻ പറ്റുമോ? അങ്ങനെയൊക്കെ വൻ ലെവലിൽ ചിന്തിച്ച് ജോലിയോടൊപ്പം ഈ ഒരു കാര്യം നിങ്ങൾ ഫോക്കസ് ചെയ്യുകയാണെങ്കിൽ തീർച്ചയായും നിങ്ങളുടെ പാഷൻ ഇവിടെ വിജയിച്ചു, നിങ്ങൾക്ക് പേരും പ്രശസ്തിയും കിട്ടി. ഈ പാഷൻ്റെ പിന്നാലെ പോയതുകൊണ്ട് പട്ടിണി കിടക്കണമെന്ന് പണ്ട് ആളുകൾ പറഞ്ഞ് നിങ്ങളെ ബോധ്യപ്പെടുത്തിയ കാര്യത്തിൽ നിങ്ങൾ പുറത്തായി. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതിൽ നിന്ന് വരുമാനവും ലഭിച്ചു തുടങ്ങുമ്പോൾ ഒരു പക്ഷേ നിലവിലുള്ള ജോലി ഉപേക്ഷിച്ച് അതിൽ തന്നെ കോൺസെൻട്രേറ്റ് ചെയ്യാവുന്നേ ഉള്ളൂ. സാമ്പത്തികം വളരെ വലുതാണ്. ഇപ്പോൾ കലാപരമായ കാര്യങ്ങൾക്ക് വളരെ വലിയൊരു മാർക്കറ്റിൻ്റെ കാലമാണ് നമ്മൾ ജീവിക്കുന്നത്. മുൻ കാലഘട്ടത്തിലെ പോലെ അല്ല, എല്ലാവരും എല്ലാം പഠിക്കുന്നു. അതുപോലെ നിങ്ങളുടെ മാർഷൽ ആർട്ട് ആയിക്കോട്ടെ, നിങ്ങൾക്ക് എന്താണ് പെയിൻറ്റിങ്, മീനിനെ വളർത്തുന്നതായിക്കോട്ടെ, അതിലും കൃഷി വളരെ വലുതാക്കാം. ഓരോ കാര്യങ്ങളും എടുത്ത് നിങ്ങൾക്ക് ബിസിനസ് വർദ്ധിപ്പിച്ചെടുക്കാം. അങ്ങനെയുള്ള കാര്യങ്ങളിൽ എല്ലാ കാര്യത്തിലും നിങ്ങൾക്ക് സ്പെഷ്യലായ കഴിവുകൾ ദൈവം തന്നിട്ടുണ്ട്. ഇപ്പോൾ പാഷൻ കണ്ടുപിടിക്കുക എന്ന് പറയുന്നത് ഈ 3 ലിഫ്റ്റിനെ ചെയ്യുന്നതിലൂടെ പാഷൻ കണ്ടെത്താൻ പറ്റും. നിങ്ങളിപ്പോൾ എന്ത് ചെയ്യണമെന്ന് അറിയാതെ കുഴഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരാളാണെങ്കിൽ ഇനി നിങ്ങൾക്ക് വ്യക്തമായിട്ട് അറിയാം നിങ്ങളുടെ പാഷൻ എന്താണ്. പക്ഷേ നിങ്ങൾക്ക് മടി മാത്രമേ ഉള്ളെങ്കിൽ വീണ്ടും റിപ്പീറ്റായിട്ട് ചെയ്യുക എന്നൊരു കാര്യം ചെയ്താൽ അതും അവിടെ കഴിഞ്ഞു എന്ന് പറയാം. അടുത്തതായിട്ട് നമ്മൾ പറയാൻ പോകുന്നത്, നിങ്ങളുടെ ഈ പാഷൻ നിങ്ങൾ കൊണ്ടു നടക്കുന്നു, നിങ്ങൾക്ക് ഇതിൽ നിന്ന് വരുമാനം ഉണ്ടാക്കാൻ ഒരു മാർഗവും കിട്ടുന്നില്ല, അല്ല നിങ്ങളുടെ മൈൻഡിലേക്ക് വരുന്നില്ലെങ്കിൽ മനസ്സിലാക്കുക അത് നിങ്ങളുടെ ഹോബി മാത്രമായിരുന്നു. ഈ ഹോബിയെ മാത്രമാണ്, നിങ്ങൾ വേറൊരു സ്കില്ല് ഡെവലപ്പ് ചെയ്തിട്ടില്ല. അത് ഹോബിയെ തുടർന്നോട്ടെ, നിങ്ങൾക്ക് സമാധാനം കിട്ടിക്കോളും. പാഷൻ അല്ലായിരുന്നു, അത് ഹോബിയാണെന്ന് മനസ്സിലാക്കുക. മ്യൂസിക് കേട്ടോണ്ടിരിക്കുന്നതായിരുന്നു നിങ്ങളുടെ ഹോബി. ഒരുപാട് മ്യൂസിക്കിൻ്റെ ശേഖരമുണ്ട്, മ്യൂസിക് കേട്ട് ഡെയിലി പഴിയുന്നു, മ്യൂസിക് കേൾക്കുമ്പോൾ സമാധാനം കിട്ടുന്നു, അത് ഹോബിയായിരുന്നു. പുതിയ പാഷൻ ഉണ്ടാക്കണമെങ്കിൽ നിങ്ങൾക്ക് മ്യൂസിക് കേൾക്കുന്നത് എന്താ ഹോബി അവിടെ നടന്നോട്ടെ, അതിനെ ലോക്ക് ചെയ്യേണ്ട. പുതുതായിട്ട് എന്തെങ്കിലും സ്കില്ല് പോയി പുറത്ത് പോയി പഠിക്കുക, അല്ലെങ്കിൽ നെറ്റ് മുഖാന്തരം പഠിക്കുക, ആ സ്കില്ല് ഡെവലപ്പ് ചെയ്യുക, അതിലേക്ക് ഇറങ്ങുക. ഏതൊരു സ്കില്ലും നമ്മൾ ജനിക്കുമ്പോൾ ഒരു കഴിവുകളും ഇല്ലാതെയാണ് നമ്മൾ ജനിക്കുന്നത്. നമ്മുടെ ജന്മവാസന വരുന്നത് നമ്മുടെ മുമ്പുണ്ടായിരുന്ന ആളുകളിൽ നിന്നുള്ള DNA ഒരു കഴിവ് കൊണ്ടാണ് നമ്മളിലേക്ക് പാരമ്പര്യ സ്വഭാവം വരുന്നത്. ജനിച്ചു കിടക്കുന്ന കുഞ്ഞിനെ ട്രെയിൻ ചെയ്ത് ഒരു പ്രായം കഴിയുമ്പോൾ ട്രെയിനിങ് കൊടുക്കുന്നതിനനുസരിച്ചാണ് കുട്ടി പഠിച്ച് മിടുക്കനാവുകയോ ജോലി ചെയ്യുകയോ ഒക്കെ ചെയ്യുന്നത്. ഇപ്പോൾ ട്രെയിനിങ് മാറ്റി കഴിഞ്ഞാൽ ഏതൊരു കാര്യവും റെഡി ആവുന്നില്ല. ഏത് പ്രായത്തിലും ട്രെയിനിങ് ചെയ്ത് മാറാം. ഒരു കഴിവും ഇല്ലയെന്ന് തോന്നുന്നുണ്ടെങ്കിൽ എന്തെങ്കിലും പുതിയതായിട്ടൊരു വിഷയം പഠിച്ചെടുക്കാൻ ശ്രമിക്കുക. അപ്പോൾ പഠിക്കുന്നതിലൂടെ തന്നെ ഒരു ഫീൽഡ് ബിസിനസ് പരമായി ഇറങ്ങാനും കിട്ടും. രണ്ടാമത് അതിൽ നിന്ന് വരുമാന മാർഗം നേടാനും നിങ്ങൾക്ക് സാധിക്കും. ഇത്രയും കാര്യങ്ങളുടെ അറിവ് കുറവായിരുന്നു നിങ്ങളെ പുറകോട്ട് വലിച്ചുകൊണ്ടിരിക്കുന്ന കാര്യമെന്ന് നിങ്ങൾക്കിപ്പം മനസ്സിലായിട്ടുണ്ട്. ഇങ്ങനെ മനസ്സിലായിട്ടുണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായും ഈ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ ഇത്തരം വിഷയങ്ങൾ ഇഷ്ടപ്പെടുന്ന നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്ക് മാക്സിമം ഷെയർ ചെയ്ത് ഫാർവേഡ് ചെയ്യുക. അവരും അവരുടെ പാഷനുകൾ എന്തെന്ന് കണ്ടെത്തട്ടെ. താങ്ക് യു.